തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിൽ ഒന്നിനാണ് ഇപ്പോൾ കളം ഒരുങ്ങുന്നത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ സിനിമയുടെ ലെജൻഡറി താരങ്ങളായ രജനീകാന്തും കമൽഹാസനും വെള്ളിത്തിരയിൽ വീണ്ടും ഒന്നിക്കുന്നുവെന്ന വാർത്ത ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് അലയൊലികൾ സൃഷ്ടിക്കുകയാണ്. ഈ പ്രൊജക്ട് വെറും ഒരു സിനിമ എന്നതിലുപരി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമായി മാറും എന്നതിലും സംശയമില്ല. എന്നാൽ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പിന്നണിയിൽ നടക്കുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഇപ്പോൾ സിനിമാ രംഗത്തെ പ്രധാന ചർച്ചാ വിഷയം. ഈ സ്വപ്ന പ്രൊജക്ടിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടത് രജനീകാന്തിന്റെയും കമൽഹാസന്റെയും മക്കളാണ്. അടുത്തിടെ നടന്ന ഒരു അവാർഡ് നിശയിൽ വെച്ച് സൗന്ദര്യ രജനീകാന്തും ശ്രുതിഹാസനും ചേർന്നാണ് ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഈ പ്രഖ്യാപനം തന്നെ ഒരു തലമുറയുടെ കൈമാറ്റം കൂടിയായി സിനിമാ പ്രേമികൾ കണ്ടു. കമൽഹാസന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ നിർമ്മാണ കമ്പനിയായ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആയിരിക്കും ചിത്രം നിർമ്മിക്കുകയെന്നും രജനീകാന്ത് നായകനായി എത്തുമെന്നും ഇരുവരും ഉറപ്പിച്ചു പറഞ്ഞു. കൂടാതെ റെഡ് ജയന്റ് മൂവീസും നിർമ്മാണത്തിൽ പങ്കുചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ കമൽഹാസൻ ചിത്രത്തിന്റെ നിർമ്മാതാവായി മാത്രമാണ് രംഗത്തുണ്ടാവുക എന്ന് കരുതിയിടുന്നിടത്താണ് ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന മാറ്റം സംഭവിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉലകനായകൻ വെറും നിർമ്മാണ കമ്പനിയുടെ ഉടമയായി ഒതുങ്ങുന്നില്ല. അദ്ദേഹം ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ്. രജനീകാന്തും കമൽഹാസനും ഒന്നിച്ച് ഒരു 2 ഹീറോ ആഖ്യാനവുമായി വരുന്ന ഒരു മുഴുനീള മൾട്ടി സ്റ്റാർ ചിത്രം എന്ന നിലയിലേക്ക് പ്രൊജക്ട് വളരുന്നതോടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. പതിറ്റാണ്ടുകൾക്ക് ശേഷം പഴയ സൗഹൃദവും പുതിയ കാലത്തെ അഭിനയ മികവും ഒരുമിച്ച് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംവിധായകന്റെ കാര്യത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. വിക്രം പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെ തമിഴിലെ യുവ സംവിധായകരിൽ ഏറ്റവും വലിയ പേരായി വളർന്ന ലോകേഷ് കനകരാജിനെയായിരുന്നു ആദ്യം ഈ പ്രൊജക്ടിലേക്ക് പരിഗണിച്ചിരുന്നത്. കമൽഹാസനുമായി വിക്രമിലൂടെയും രജനീകാന്തുമായി അടുത്തിടെ പുറത്തിറങ്ങിയ കൂലിയിലൂടെയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകേഷ് ഈ പ്രൊജക്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇതിന് കാരണമായി പലവിധ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രജനീകാന്തും ലോകേഷും ഒന്നിച്ച കൂലി എന്ന ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടുകയോ നിരൂപക പ്രശംസ പിടിച്ചു പറ്റുകയോ ചെയ്തില്ല. കഥയുടെ ബലക്കുറവ്, അമിതമായ ഉപകഥകൾ, ഒരു രജനി മാസ് എന്റർടൈനർ ആകണോ അതോ ലോകേഷ് ശൈലിയിലുള്ള സിനിമയാക്കണോ എന്ന ആശയക്കുഴപ്പം എന്നിവ കൂലിയുടെ പ്രധാന പോരായ്മകളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയൊരു മൾട്ടി സ്റ്റാർ പ്രൊജക്ടിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് ലോകേഷ് സ്വയം പിന്മാറിയതാകാമെന്നാണ് ഒരു സൂചന. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ലോകേഷ് രജനീകാന്തിനും കമൽഹാസനും വേണ്ടി ഒരു അക്രമാസക്തവും തീവ്രവുമായ ഗ്യാങ്സ്റ്റർ കഥയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കൂലി പുറത്തിറങ്ങിയതിനു ശേഷം രജനീകാന്ത് ഒരു ലൈറ്റർ സബ്ജക്റ്റിൽ പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും ലോകേഷിന്റെ തിരക്കഥ രജനീകാന്തിന് പൂർണ്ണമായി തൃപ്തി നൽകിയില്ല എന്നുമാണ് വിവരം. നിലവിൽ ലോകേഷ് തന്റെ കരിയറിലെ സുപ്രധാന ഖൈദി 2 എന്ന പ്രൊജക്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതും ഈ പിന്മാറ്റത്തിന് കാരണമായി. ലോകേഷ് പുറത്തു പോയതോടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംവിധാന ചുമതലയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നിരിക്കുന്നത് ജയിലർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഒരുക്കിയ നെൽസൺ ദിലീപ് കുമാർ ആണ്. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലർ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന അതിന്റെ തുടർച്ചയായി ജയിലർ 2 എന്നിവയ്ക്ക് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തും നെൽസൺ ദിലീപ് കുമാറും ഒന്നിക്കുന്ന മൂന്നാമത്തെ പ്രൊജക്ട് ആയിരിക്കും ഈ കമൽഹാസൻ രജനീകാന്ത് മൾട്ടി സ്റ്റാർ ചിത്രം. ഈ വേഗതയിലുള്ള സഹകരണം രജനീകാന്തിനും നെൽസണിലുമുള്ള വലിയ വിശ്വാസമാണ് പ്രകടമാക്കുന്നത്. ജയിലറിലൂടെ തെളിയിച്ച ഡാർക്ക് കോമഡിയും മാസ് ആക്ഷനും സമന്വയിപ്പിച്ച നെൽസണിന്റെ തനത് ശൈലി തീവ്രമായ ഗ്യാങ്സ്റ്റർ പശ്ചാത്തലം ഒഴിവാക്കി ലൈറ്ററായ ഒരു പ്രൊജക്ട് ആഗ്രഹിക്കുന്ന രജനീകാന്തിന് താല്പര്യമുള്ളതാക്കാൻ സാധ്യതയുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമൽഹാസൻ, റെഡ് ജയന്റ് മൂവീസ് എന്നിവർ ഈ മെഗാ പ്രൊജക്ടിന് അനുയോജ്യമായ ഒരു സംവിധായകനെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി നടത്തിയിരുന്നു. കാർത്തിക് സുബ്രാജ്, പ്രദീപ് രംഗനാഥൻ തുടങ്ങിയ പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ഒടുവിൽ നെൽസൺ ദിലീപ് കുമാർ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് നിലവിലെ ഏറ്റവും ശക്തമായ സൂചന. രജനീകാന്തും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രം മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ രജനീകാന്ത് ജയിലർ 2വിന്റെ തിരക്കുകളിലും കമൽഹാസൻ ഇന്ത്യൻ 3 അടക്കമുള്ള പ്രൊജക്ടുകളിലുമാണ്. ഇവ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുക. സംവിധായകൻ, തിരക്കഥ, മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ് സിനിമയുടെ 2 തൂണുകൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുന്നതിനപ്പുറം സിനിമയുടെ ഒരു സുവർണ്ണകാലം അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്ര നിമിഷമാകും അത്.